ഉത്തരേന്ത്യയിൽ വിതരണം ചെയ്ത വർഗീയത എന്ന പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിതരണം ചെയ്യാനുള്ള ശ്രമമാണ് ബിജെപി ദക്ഷിണേന്ത്യയിൽ നടത്തുന്നത്. അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്ന ധനവിഹിതം നൽകാതെ മെരുക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോഴും മതം ഒരു പ്രധാന വിഷയമാവുകയാണ്. പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു തുടങ്ങിയപ്പോഴും മോദി മുഴക്കിയത് മത ആഹ്വാനമായിരുന്നു. സ്വാമിയേ ശരണം അയ്യപ്പ. തെക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അത് കണക്കാക്കിയുള്ള പ്രചാരണം മോദി ഇന്ന് തുടങ്ങിയതല്ല. ജാതി രാഷ്ട്രീയം എന്ന് നിർണായക ഘടകമായിരുന്ന തമിഴ്നാട്ടിൽ പക്ഷേ ബിജെപിയുടെ വർഗീയ ഭൂതത്തെ പ്രബുദ്ധരായ തമിഴ് മക്കൾ ആട്ടിയോടിച്ചു. കോയമ്പത്തൂരിൽ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന നരേന്ദ്രമോദിയുടെ റാലിക്ക് അനുമതി നിഷേധിച്ചതും അതേ പശ്ചാത്തലത്തിൽ തന്നെ കാണണം. കുഞ്ഞിനെ കരയിപ്പിക്കാൻ ഉപദ്രവിക്കുകയും പിന്നെ അതിനെ ശാന്തമാക്കാൻ മധുരം നൽകുകയും ചെയ്യുന്നയാളാണ് പ്രധാനമന്ത്രി എന്നാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിഭാഗവും പറയുന്നത്. വടക്ക് അനുകൂലവും തെക്ക് വിവേചനം കാണിക്കുന്നതുമായ സാമ്പത്തിക ഘടനകൾ സൃഷ്ടിച്ച് തുടർന്ന് വടക്ക് തെക്ക് വിഭജിച്ചതിന് പാർലമെന്റിലെ പ്രതിപക്ഷത്തെ അപലപിക്കുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടികളുമുണ്ട്. തമിഴ് സഹോദര സഹോദരികളെ വണക്കം. कन्याकुमारी से देश के इस दक्षिणी छोर से जो लहर उठी है, ये लहर बहुत दूर तक जाने वाली है. രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരം $600 ബില്യൺ ഉയർത്തിയതിൽ കേരളത്തിലെ പ്രവാസി സമൂഹം വലുതല്ലാത്ത സംഭാവന ചെയ്യുന്നുണ്ട്. കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരു വിവരസാങ്കേതിക വിദ്യയിലും സേവനങ്ങളുടെ കയറ്റുമതിയിലും മുൻനിരയിലാണ്. അതേസമയം തമിഴ്നാട് രാജ്യത്തിന്റെ ധാന്യപ്പുര എന്നതിലുപരി ഉൽപാദന കേന്ദ്രവുമാണ്. ദേശീയ നികുതി വരുമാനം ഉയർത്തുകയും തുടർന്ന് വിഭജിക്കാവുന്ന വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളോട് കടുത്ത വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത്. തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നികുതിദായകർ ദേശീയ നികുതി സംഭാവന നൽകുന്നതിന് പ്രതിവർഷം ശരാശരി 20,000 രൂപയാണ് ചിലവഴിക്കുന്നത്. എന്നാൽ ബീഹാറിൽ നിന്നുള്ള നികുതിദായകരുടെ ശരാശരി സംഭാവന 4,500 രൂപ മാത്രമാണ്. ബീഹാറിലോ യുപിയിലോ മധ്യപ്രദേശിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ 100 രൂപയ്ക്കും നികുതിയായി 260 രൂപ തിരികെ ലഭിക്കുമ്പോൾ ശരാശരി ദക്ഷിണേന്ത്യയിൽ തിരികെ ലഭിക്കുന്നത് 40 രൂപ മാത്രമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം നൽകാതെ അവരെ സാമ്പത്തികമായി ഞെരുക്കുകയും പിന്നീട് ഗ്യാരണ്ടി എന്ന പേരിൽ പൊള്ള വാഗ്ദാനം നൽകുകയും ചെയ്യുന്ന മായാജാലക്കാരനാണ് മോദി എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.